ദോശ, അതും നല്ല ലൈവ് തട്ട് ദോശയും ലൈവ് ചിക്കൻ ഫ്രൈയും എവിടെ കിട്ടും? നമ്മുടെ നാട്ടിൽ എത്ര വലിയ ഹോട്ടലുണ്ടെങ്കിലും തട്ടുദോശയുടെ ഒരു സ്വാദ് അത് വേറെ തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്തത് ഇവരുടെ വെറൈറ്റി കോമ്പിനേഷനായ ചിക്കൻ തോരനും പൊറോട്ടയാണ്. നോർമൽ കറികളെക്കാളും ചിക്കൻ തോരൻ ഒരു അടിപൊളി ഓപ്ഷൻ തന്നെ. അടുത്ത പാലപ്പവും ബീഫ് പെരട്ടും വേറെ ലെവൽ കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആൻഡ് തിന്നായിട്ടുള്ള പത്തിരി പോലത്തെ പാലപ്പം. അടുത്ത നമ്മുടെ സ്വന്തം ദോശയും ചമ്മന്തിയും സാമ്പാറും തക്കാളി ചമ്മന്തിയും രസവടയും ഒന്നും പറയില്ലാത്ത ഗംഭീര ഐറ്റം. തക്കാളി ചമ്മന്തിയും രസവടയും ദോശയും കൂടി കൂട്ടി ഒരു പിടി പിടിപ്പിച്ച് നോക്കണം. സെറ്റ് സാധനമാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. അടുത്ത നല്ല സോഫ്റ്റ് കപ്പയും കുടംപുളി ഇട്ട പോലത്തെ നൈസ് ടേസ്റ്റ് ഉള്ള ഒരു മീൻകറിയും, അതും അയല മീൻകറി. ഇവിടെ നിന്ന് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കപ്പയും മീൻകറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയും നല്ല കപ്പയും മീൻകറിയും കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. മസ്റ്റ് ട്രൈ. അടുത്ത നല്ല ചൂട് ദോശയും നല്ല നാടൻ ചിക്കൻ പെരട്ടും കിടിലൻ കോമ്പിനേഷൻ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ചൂട് കട്ടനും കൂടി കുടിച്ചപ്പോൾ സാധനം സെറ്റ്. കട്ടന് വെറും 7 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ചൂട് കട്ടനും നല്ല സെറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാ ഫുഡിന്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നെക്സ്റ്റ് ട്രൈ ചെയ്തത് ദോശയും ചിക്കൻ കറിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അധികം മസാലയും സ്പൈസി ഒന്നും അല്ലാത്ത നോർമൽ ചിക്കൻ ഫ്രൈ ആണ്. അതിന്റെ കൂടെ ഒരു ഡബിൾ ഓംലെറ്റും നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു കിട്ടിയ സാധനം കൂടി ട്രൈ ചെയ്ത് അവസാനിപ്പിച്ച്. അപ്പൊ നമ്മുടെ നിസ ചേച്ചിയും ശ്രീയല ചേച്ചിയും നടത്തുന്ന ഇവരുടെ ഈ സൗഹൃദം എന്ന് പേരുള്ള ഈ തട്ടുകട നമ്മുടെ കവടിയാർ കൊറോങ്കോണം റോഡിൽ ക്യൂൻസ് വേയുടെ ഓപ്പോസിറ്റ് ആണ്. ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലൈക്ക് ദിസ് സ്റ്റേ ഫോളോ സാൻഡ് ഫുഡീസ് TV.